ഇത് തോടാണോ റോഡാണോ എന്ന് ചോദിച്ചാലേ ഇവിടുത്തുകാർ പറയും ഇത് രണ്ടുമാണെന്ന്. എന്നാൽ പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്കും ഇത് റോഡാണെന്ന് പറയാൻ പറ്റില്ല. അവർ പറയും തോടാണ് എന്നാണ്. എടവനക്കാട് പഞ്ചായത്തിലെ 16-ാം വാർഡിലൊരു റോഡിൻ്റെ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളീ കാണുന്നത്. കണ്ടോ നിങ്ങൾ? ഇത് റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള വീടുകളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദേ ഈ കാണുന്ന ഭാഗത്തു കൂടിയാണ് 75 കുടുംബങ്ങളുള്ള ഈ പ്രദേശത്തെ റോഡുകളിലേക്കും വീടുകളിലേക്കും ഒക്കെ വെള്ളം കയറുന്നത്. കഴിഞ്ഞ ഭരണസമിതി ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ആലത്തിന്റെ അവസ്ഥയാണ് നിങ്ങളെ കാണുന്നത്. രണ്ട് സൈഡും കെട്ടി ആലം വെക്കേണ്ട സമയത്ത് ഫണ്ട് തീർന്നില്ല. ഈ ആലം ഒന്ന് പൂർത്തീകരിച്ചാൽ ഈ പ്രശ്നം തീരും. ഇത് കണ്ടോ, ഇത് വാർഡ് മെമ്പറുടെ വീടാണ്. അദ്ദേഹവും ഈ പ്രശ്നത്തിന്റെ ദുരിതം അനുഭവിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു. ആ മെമ്പറെ, വെള്ളക്കെട്ട് ഇന്ന് വളരെ രൂക്ഷമാണ്, കണ്ടില്ലേ? എന്താണ് ഇപ്പോഴത്തെ ആലത്തിന്റെ അവസ്ഥ? നിലവിൽ ഈ ആലവുമായി ബന്ധപ്പെട്ട് ഒരു വർഷം മുമ്പായി പണി സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. സ്ലൂയിസ് നിലവിൽ സ്ട്രക്ചർ അതിൻ്റെ ബന്ധപ്പെട്ട ഓഫീസറുമായി സംസാരിച്ചപ്പോൾ നല്ല ആ രീതിയിലല്ല ഇത് പണിയേണ്ടത്, ചെറിയ സ്ട്രക്ചറിന് ചേഞ്ച് വരുത്തണം. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത് റീ ആയിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്, കൊടുത്ത് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നാലും എത്രയും പെട്ടെന്ന് അത് പണി പൂർത്തീകരിക്കും. അപ്പൊ അറിയാലോ അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാലോ. ഇപ്പൊ മെമ്പർ ഉൾപ്പെടെ അത് അനുഭവിക്കുന്നതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് അതിന് ആശ്വാസം കണ്ടെത്താനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകണം. തീർച്ചയായും. ഓക്കെ, താങ്ക് യു.